ഹലോ ഗയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആണ് അല്ലേ? കുക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെ ഫാമിലി വ്ളോഗാണ്. ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കുറെ ദിവസമായിരുന്നു. പനി, കഫക്കെട്ട്, കൊര ഒക്കെ കൂടി ആയിട്ടൊരു മൂടുണ്ടായില്ല. മൊത്തം പ്രശ്നമാണ്. നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ പനി മാറിയാൽ തന്നെ ആളെ ചുമ മാറുന്നില്ല, അതായത് കൊര. അതാണ് അവസ്ഥ. ഞാൻ 2 ദിവസം മുന്നേ കുളത്തേക്ക് ചാടാൻ പോയി. കുളത്തില് കുന്താണിട്ട് കൂളം കുത്തി അങ്ങനെ കൂടി കുറച്ച് കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്. അല്ല, കൊളക്ക് ആകെ ഓളം പെട്ടി ചുരട്ടെന്ന് വെറുതെ ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി ചെറുപ്പത്തിൽ ചാടിയൊക്കെ. പക്ഷെ ആ ചാടലല്ലേ മൂക്ക് കൂടി ചെവി കൂടി ഒക്കെ വെള്ളം നീന്തി. അപ്പൊ അതിന്റെ എന്തോന്ന് അറിയില്ല, കഫക്കെട്ടുണ്ടായി. പനിയില്ല, ഉള്ളിൽ കൂടി പനി കണ്ടല്ലോ നമുക്ക് വേദന വരിക. മെയിനൊന്നായിട്ട് വേദന. അങ്ങനെ കിടക്ക നീച്ചാൻ തോന്നാത്ത കിടത്തേ. അപ്പൊ കൂടി ആയിട്ട് നബിദേഹത്തിന്റെ വീഡിയോ ആയാലും ഒരു കഥയില് ഒന്നിനും ഒരു സ്വസ്ഥത കിട്ടിയില്ല. ഭയങ്കര പ്രോബ്ലംസ് ചെയ്യുന്നു. അപ്പോ പക്ഷെ നിങ്ങള് ആരും നമ്മളെ വിട്ട് പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. കുറെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇന്നലത്തെ വീഡിയോ ഒക്കെ കുട്ടിയായിട്ടുള്ള റീൽ എടുക്കാനോ ഒന്നിനും ഒരു നമുക്കുണ്ടൊരു തോന്നലേ. നമ്മളെ മനസ്സിതായാലല്ലോ, മനസ്സിൽ നമ്മളെ മൂഡ് റെഡിയായാലല്ലേ ചർച്ച കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഒക്കെ കൂടി ആയിട്ട് ചെയ്യുന്നത് പോവരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള അടിപൊളി ഒരു ചിക്കൻ വരുന്നതാണ് ബീഫ് ബിരിയാണി അല്ലേ? അടിപൊളി. ഞാൻ എന്നും ഉണ്ടാക്കണായിട്ടുണ്ട്. എന്നുണ്ടാക്കാൻ ഇന്നൊരു ഡിഫറൻറ്റ് ഉണ്ട്, നിങ്ങൾ കണ്ടു നോക്കി. ആയിക്കോട്ടെ. അപ്പൊ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ബീഫ് ബിരിയാണി ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? അപ്പൊ ഇന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കണം കേട്ടാ. അപ്പൊ ഞാൻ പറയാം, നമ്മള് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കുക. കുറെ ദിവസമായില്ല അവര് നമ്മള് കുക്ക് ചെയ്യണൊക്കെ കണ്ടിട്ട്. അപ്പൊ ഇന്നൊന്ന് വീഡിയോ എടുക്കുക. എന്തേ ഉപ്പിന്റെ കല്ല് അപ്പൊ എന്താണ് അത് പൊടിയുപ്പ് കഴിഞ്ഞിങ്ങനെ. ഇപ്പൊ ബാവ ജലദോഷമുള്ള തന്നെ പൊടിപ്പും കല്ലുപ്പും ഇതൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ടല്ലോ ആവി എടുക്കില്ല. അതിന് വേണ്ടി കല്ലുപ്പ് കൊടുന്നതിന്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ആ ഉപ്പ് മാറ്റിക്കാണ്ട് ഇപ്പോ കല്ലുപ്പ് ഉപയോഗിക്കണത്. ഉണ്ടാക്കിയപ്പോഴേ അവന് വെള്ളിയാഴ്ച എന്തെങ്കിലുമൊക്കെ ചെറിയ ചേഞ്ചിങ് വേണമല്ലോ. വേദാലി ഇറച്ചി കൊണ്ടിരുന്നല്ലോ. അപ്പൊ കൊറേ നമ്മള് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ചട്ടി വെച്ചാണ് വിചാരിച്ചു. ഇന്നലെ പിന്നെ വീട്ടിലെ മന്തിയും ബ്രോസ്റ്റും ആ വീഡിയോ നിങ്ങൾ കണ്ട ആ വീഡിയോ ഒന്ന് കണ്ടോ വേണ്ടിട്ട്. അന്നേരം മകളുടെ വീട്ടിൽ അടിപൊളി മൗലൂദ് പരിപാടി ഉണ്ടായിരുന്നു. നീളം നല്ല പിന്നെ വലിയ പരിപാടി ഇല്ല. അതൊന്ന് കണ്ടോ വേണ്ടി. ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന്റെ വീട്ടിലടിക്കുന്നുണ്ട്. സൗണ്ടാണ് കേൾക്കണേ. ഇത് നിൽക്കണില്ല. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്നത്തെ ബിരിയാണി നമ്മുടെ വിശേഷം മന്തി എങ്ങനെ ഉണ്ടായിരുന്നു? പക്ക 1-1.5. ഇന്നലെ എന്താണ് 11 മണിക്ക് ഞാൻ വന്നിക്കണം. അപ്പൊ എന്നോട് കൊണ്ടുവന്നപ്പോ എന്നോട് തന്നെ എനിക്ക് മാണ്ടണം മോളെ ഇന്നേരം തിന്നാ ദഹിക്കൂലാറിന്. ലേശം കൊടുത്തിട്ടുള്ളൂ. ഒരു ഭാവക്ക് തിന്നാൻ മാത്രം കൊടുത്തിട്ടുള്ളൂ. ഞാൻ തിന്നൂല വിചാരിച്ചിട്ടുണ്ട്. ആളാ 11:30 മണിക്ക് എടുത്ത് ഫുള്ള് കുറച്ച് സാസറിൽ ടേസ്റ്റ് നോക്കി കളി അറിഞ്ഞാ ഞാന് ആ കവർ മുഴുവൻ ഇരുന്ന് കാലിയാക്കി. എത്ര കഷ്ണം? 4 കഷ്ണം ബ്രോസ്റ്റ്. എന്നല്ലേ അത് നിങ്ങളെ കയ്യില് ബാക്കി അതിൽ പൊട്ടും പടിയും വെച്ചിട്ട് അടുത്ത് തിന്ന്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ അടിപൊളി മന്തിയാണ്. മന്തി അവിടെ നല്ല അടിപൊളിയായി മന്തി ഉണ്ടാക്കും. അനിയത്തിന്റെ ഭർത്താവും അനിയത്തിയോളും ഒക്കെ എനിക്ക് ആ സാധനം ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയത് നന്നാവും. ഞാൻ ഉണ്ടാക്കാനും നിക്കലില്ല ചേട്ടാ. മന്തി അറിയാന്നോ? എനിക്കറിയില്ല, സത്യം പറയുന്നത്. ഞാൻ ഉണ്ടാക്കിയ അത്ര നന്നാവലില്ല. എനിക്കറിയാം. മന്തി ആയിക്കോട്ടെ ബ്രോസ്റ്റ് ആയിക്കോട്ടെ അതൊന്നും ഞാൻ ആ പരിപാടി നമുക്ക് പോക്കില്ല. ഞാൻ ആരെയും ഉണ്ടാക്കി തന്നാ തിന്നുള്ളൂ. നാടൻ ഫുഡ്. ഇത് ചുമര് സ്റ്റിക്കർ ഒട്ടിച്ചാട്ടാ. എന്നില്ല എന്താ വെച്ചാൽ കറി ഇതൊക്കെ എടുക്കുമ്പോഴേ ഇവിടെ ഇന്നലെ ഭക്ഷണം കഴിക്കുമ്പോഴേ കറി തെറിക്കാൻ ചുമര് കേടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഒരു സ്റ്റിക്കർ എന്താ വെച്ചാല് ഞാൻ ഓർഡർ ചെയ്ത് മാറി 100 സെന്റിമീറ്റർ 200 സെന്റിമീറ്റർ നമ്മൾ അവിടെ മുട്ടുള്ളൂ കണ്ടില്ലേ. അപ്പൊ പിന്നെ ഞാനെന്ത് ചെയ്ത് റിട്ടേൺ അയച്ചില്ല. ഒട്ടിച്ച് എത്ര മതി അങ്ങനെ ഇനി വാങ്ങണം. അപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നൊക്കെ കമന്റിൽ അറിയിക്കൊണ്ടേ. വെള്ളിയാഴ്ച എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കില്ലെന്ന് അറിയിക്കൊണ്ടേ അല്ലേ? ശബ്ദം ഇവിടെ ചങ്കില് കഫക്കെട്ടുണ്ട് പൊന്തണില്ല. കിച്ചി കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയിക്കണേ. എല്ലാരും മാത്രം ഞാൻ പള്ളിയിൽ പോകാൻ നിക്കണേ. ഇവിടെ ഞങ്ങൾ കുറെ പണി പഠിപ്പിച്ചു. അതൊക്കെ ഞാൻ ചെയ്തിരിക്കണേ. ഉള്ളി പഠിച്ചൊന്നല്ല, ഞാൻ എന്നെ സഹായിച്ചോളാം അറിഞ്ഞാണ്ട് ഉള്ളി വെട്ടി തന്ന് തക്കാളി വെട്ടി തന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി. ഇഞ്ചി വെളുത്തുള്ളി ഞാനാണ് വെച്ചിക്കണത്. ഒരു നാരങ്ങ പീഞ്ഞാണ്ട് വെള്ളമാക്കി വെച്ചിക്കണേ. കുറച്ച് ചപ്പ അരിഞ്ഞ് വെച്ചിക്കണേ. ഉള്ളിയും തക്കാളി വെട്ടി. അപ്പൊ എത്ര പണിയാ പറഞ്ഞു. വെരി സിമ്പിൾ.
അപ്പോ അതൊക്കെ റെഡിയാക്കി ഞാൻ കുളിച്ച് പള്ളിക്ക് പോണേ. അപ്പൊ ഞാൻ ബിരിയാണി ഉണ്ടാക്കാണ്ട് ഇറച്ചി ഇത് വേവിച്ചാൻ വെച്ചിക്കണ്, ചോറിനുള്ള വെള്ളം വെച്ചിക്കണ്, ഒക്കെ കാണിച്ചു തരാം. അപ്പൊ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. വീഡിയോ ആദ്യമായിട്ട് ചാനൽ കാണാതെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നല്ലതായാലും ആകാത്തായാലും മോശപ്പെട്ട എന്താ നിങ്ങൾ അറിയിച്ചോണ്ടേ, സന്തോഷമാണ് കേട്ടോ. അപ്പൊ നമ്മള് നിറച്ചിട്ടുള്ളൂ, ഒറ്റ കുഴപ്പമില്ല, നമുക്കൊന്നൊരു വിഷയമല്ല. അപ്പൊ ബിരിയാണി എങ്ങനെയെന്ന് ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ഉണ്ടാക്കലുണ്ടാവും. ഇതെങ്ങനെയൊന്നും നോക്കാം നമ്മൾ കേട്ടാ, വരും വീഡിയോയിലേക്ക്. അപ്പതാ ഇതില് ചിക്കന് അല്ല ഇതില് ബീഫ്, ഇതില് ചോറിനുള്ള വെള്ളം വെച്ചിക്കണേ, ഇറച്ചി തിളപ്പിച്ച് കാണുതാ വെള്ളം ഒഴിവാക്കിയതാണ്. എന്നിട്ട് പിന്നെ വീണ്ടും വേവിക്കാൻ പറ്റും. നല്ലതാണ്, കൊളസ്ട്രോൾ അങ്ങനത്തെ ഒന്നും ഇല്ലായിരിക്കാൻ എല്ലാവർക്കും നല്ലതാണ്. ഉള്ളി ഇതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട്, തക്കാളി ഇതാ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില. അത് പച്ചമുളക് ചാച്ചത് ഇത് ഇവിടെ ഉണ്ട്. പറഞ്ഞല്ലോ അപ്പൊ ഞാന് ഗ്യാസ് മാത്രമേ കത്തിക്കലുള്ളൂ. പെട്ട അടുപ്പ് കത്തിക്കല്, അടുപ്പിന്റെ മേലെ ഗ്യാസ് അടുപ്പാണ് വെച്ചതാണ്. ഞാൻ അടുത്ത ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നാളെ വരും. പൈസ റെഡി ആക്കിക്കോളി. പൈസ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞിട്ട് വിചാരിച്ചു ആ പൈസ കൊടുക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ ഞാൻ പള്ളിക്ക് പോണേ. ഞാൻ പണിക്ക് പോയിട്ട് ഞാൻ ചിലപ്പോ ഗ്യാസ് ഒക്കെ വാങ്ങിട്ടുണ്ട്. എന്ത് പണി? കല്ലിട്ടാനോ? പറഞ്ഞാൽ പോയിക്കൊണ്ട്. ഞാൻ പണിക്ക് പോകാൻ ആളെ കിട്ടിയില്ലല്ലോ. ആയിട്ടോണ്ടേ. അപ്പൊ പള്ളിക്കൊക്കെ പോളെ അപ്പൊ തകർപ്പം ബിരിയാണി പണി കൊടുക്കാം അല്ലേ? പള്ളിക്കൊക്കെ പോവാൻ മേക്കപ്പ് ചെയ്യുകയാണ്. മേക്കപ്പോ? അപ്പൊ പള്ളിയിൽ പോവാൻ കുറച്ച് വൈകി. എന്താ പണി കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോതിന്. അപ്പൊ പള്ളിയിൽ പോകുന്ന പരിപാടിയാണ്. വെള്ളിയാഴ്ചകളില് പള്ളിയിൽ പോകുമ്പോ ഒരു പ്രത്യേക താല്പര്യമാണ് എന്നത്തിനേക്കാളും. എന്താ വെച്ചാല് അല്ല എന്റെ ഉപ്പാന്റെ അടുത്ത് പോവാന്നുള്ള. ഉപ്പാന്റെ കബറങ്ങ പോകുമ്പോ ആൾക്ക് കാണാം. പക്ഷെ അതിലുപരി എന്റെ മനസ്സിൽ എന്താ വെച്ചാല് ആണെങ്കിലും എല്ലായിടത്തും എപ്പോഴും കാണൂലേ. ഉപ്പാന്റെ കബറങ്ങ പോകുമ്പോ പ്രത്യേകതയാണ്. എല്ലാ ദിവസവും ഒന്നും കബറങ്ങ് പോവില്ല. അപ്പൊ ഉപ്പാന്റെ കബറങ്ങ് പോകുമ്പോ നമ്മള് ഞാനിന്ന് ഉപ്പാനെ കണ്ട ഓർമ്മയില്ലാത്ത ആളാണ്, ഉപ്പാനെ അനുഭവിക്കാത്ത ആളാണ്. ഉപ്പാനോട് പോയിട്ട് എല്ലാ സങ്കടവും പറയൂട്ടാ. അപ്പൊ എന്തെങ്കിലൊക്കെ അങ്ങനെയുള്ള സംഭവം പറയാണ്ട്. അതെ അതെ, ഇന്നലെ എന്നെ നേരാക്കിയതാണ് പറഞ്ഞിട്ടാ. ഇന്നലെ ഭാവന നേരാക്കി. ഞാൻ ഒന്നേ ചോദിച്ചിട്ടുള്ളൂ, ഭാവ 2 മാക്സി എടുത്തു, ഞാൻ ഒരു മാക്സി ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതെങ്ങനെയുണ്ട് പറയട്ടാ. കുറച്ച് ദിവസമായിട്ട് ആൾക്ക് ഉള്ള മാക്സി ഒക്കെ കുറച്ച് നേരത്തെ കളറൊക്കെ പോയി. അപ്പോ നല്ല നല്ല അധികം ഡ്രസ്സുകളൊന്നും നമുക്ക് എടുക്കാൻ കഴിയൂല. ഇതൊക്കെ ആകുമ്പോ വീഡിയോ ചെയ്യാൻ ഇതിനൊക്കെ നല്ല ഡ്രസ്സുകൾ പറയില്ല. ഞാൻ മൂന്ന് ചെയ്യും പരമാവധി. അല്ല എനിക്ക് പറഞ്ഞാൽ ഞാൻ എടുത്തരും, മൂന്നൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയണേ. ഞാൻ പറഞ്ഞ ഡ്രസ്സ് അപ്പോ പിന്നെ അങ്ങനെ മുങ്ങണ ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതങ്ങനെ എന്താ വെച്ചാൽ ഞാൻ പറയലില്ല. അതാണ് മുങ്ങാനുള്ള അവസരം കൊടുക്കലില്ല. ഒറ്റ മാക്സി ഇല്ലാതെ ഇപ്പൊ 2 മാക്സി നല്ല ഇടാറുള്ളൂ. എനിക്ക് ആകെ 2 മാക്സികൾ നല്ല ഇടാൻ. നമ്മള് മാക്സി എടുക്കാൻ നമ്മളൊരു മാക്സി ഒന്നിന് പോയതാണ്, അതാണ് പോയിട്ട് ചോദിച്ചു പൂന്തോട്ടം കൊടുക്കാറില്ല. അതേപോലെ എങ്ങനെയുണ്ട് പിന്നൊന്നത് അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിട്ടാ. കാരണം ലേഡീസേ പറയുള്ളൂ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം, ജെൻസ് ഏതായാലും പറയില്ല. അപ്പൊ എങ്ങനെയുണ്ട് മാക്സിൻ? അപ്പൊ ഇത് 3 ഇന്റെ സെലക്ഷൻ തന്നെയാണ് അല്ലേ? 3 മാക്സി ഇല്ലല്ലോ. ആ 2 മാക്സി അന്നി 3. അപ്പൊ എന്റെ സെലക്ഷൻ തന്നെയാണ്. അതാ അടുത്ത ഷാള്. എന്റെ പൊന്നെ എങ്ങനെയുണ്ട്? അടിപൊളി, ഒന്നുകൊന്ന് മെച്ചല്ലേ എന്തായാലും. അപ്പൊ എന്തായാലും ആർക്കൊക്കെ മാക്സി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് രസം കേൾക്കണം എന്ന് വെച്ചാല് നമ്മളെ ഈ ഭാഗത്ത് അറിയാത്ത, നമ്മളെ ഈ പ്രദേശത്തുള്ള അറിയാത്തൊരു സംഭവം ഉണ്ട്. നമ്മളെ ഇവിടെ വയസ്സമ്പടിക്ക മുത്തൂസ് വെഡിങ് സെന്റർ, അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സി എടുത്ത് പോരാ. ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തൊരു സംഭവമാണ് കേട്ടോ. എന്താ വെച്ചാല് അത് പഴയത് പുതിയതാക്കിയതാണ്. ഇപ്പോ നല്ല അടിപൊളി വലിയതാക്കിയ ശേഷം ഇപ്പോ മുത്തൂസിന് മാക്സി ഉണ്ടാ എല്ലാരും ചോദിക്കും ഏതാ എടുക്കേണ്ടി കൺഫ്യൂഷൻ ആയി. ഇന്നലെ ആകെ കൺഫ്യൂഷൻ ആയി, ഓരോന്നിനും എടുത്തിട്ട് ഞാൻ കൊറേ കഴിഞ്ഞപ്പോ 5-6 ഇഷ്ടപ്പെട്ടിരുന്നു. ഇതിലിപ്പോ ഏതെണ്ണം എടുക്കുക? 2 എടുക്കാൻ പറ്റുള്ളൂ.
മാക്സിമം. അല്ല നമ്മളിപ്പോ തോനെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ 2 എടുക്കും, 1 എടുക്കാൻ ഒന്നുകൂടി എടുത്തു പറഞ്ഞു. അപ്പൊ 2 എടുക്കുള്ളൂ. പക്ഷെ എനിക്ക് അതിലുള്ള എല്ലാ രസം എന്തോ രസം എന്നറിയോ. ഇതിന്റെ പല മോഡല്, ഇതൊന്നും ഇത് കരിഞ്ഞില്ല, ഇതിന്റെ കറുപ്പ്, ഇതിന് പല കളർ, പല 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 മോഡൽ, ഏത് മാക്സിമം വേണ്ടി അവിടെ ഉണ്ട്. എന്തോ രസം കാണാനറിയോ. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ആണുങ്ങൾക്ക് മനസ്സിലാവൂല. നമ്മള് പ്രത്യേകിച്ച് സ്ത്രീകള് ഡ്രസ്സ് പിന്നെ അവിടെ മുഖമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിതാ വയസ്സമ്പടി എടരിക്കോട് മുത്തൂസ് ഗാർമെന്റ്സിൽ വന്നിട്ട് മാക്സിമം ആയിക്കോട്ടെ, അടിപൊളി. അത് ഞാൻ ഒന്നും എന്റെ അനുഭവം പറയണം, അടിപൊളി. ഞാൻ ലാസ്റ്റ് പറഞ്ഞു അവിടുത്തെ കസ്റ്റമർ, ഞങ്ങൾ ചെന്നപ്പോ അവിടുത്തെ സെയിൽസ് ഗേളിനോട് ഞാൻ പറഞ്ഞു ഇനി കൊണ്ടുവരില്ലെന്ന് പറഞ്ഞു. കൺഫ്യൂഷൻ ആവുകയാണ്, മതി കൊണ്ടില്ല, കൊണ്ടാ പിന്നെ ഇവിടെ നിൽക്കുതി. ഉള്ളിന്ന് ഇങ്ങനെ കൊണ്ടുവരണേ, ഇത് വേണം ഇത് വേണം, അടിപൊളി നല്ല സെലക്ഷൻ. പിന്നെ ആർക്കും വന്ന് വാങ്ങാം, പെണ്ണുങ്ങളാണ് എടുത്തു തരുന്നത്. അതെ, നല്ലൊരു കടയാണ്. അപ്പൊ മറക്കണ്ട, കുറുക വയസ്സമ്പടിയിലെ മുത്തൂസ് വെഡിങ് സെന്റർ അടിപൊളിയാണ്. അപ്പൊ ഇതും കൂടി കാണിച്ചു തരാൻ വിചാരിച്ചുകൊണ്ട് ജുമായക്ക് പോണ ആളെ പിടിച്ചതാണ്. അപ്പൊ ഞാൻ ജുമായക്ക് പോവാണ്, ബിരിയാണി അവിടെ തിളക്കുന്നുണ്ട്. വെള്ളിയാഴ്ച നമ്മള് അല്ലേ? അപ്പൊ ഓക്കെ, ഞാൻ പോയിട്ട് വരാം കേട്ടോ. നമ്മളെ ബുള്ളറ്റുമ്മലാണ് പോണേട്ടതാ. നല്ല അടിപൊളി ബുള്ളറ്റും. പിന്നെ നമുക്ക് ഏറ്റവും വലിയ ബുള്ളറ്റാണ്. നമ്മൾ എവിടൊക്കെ റേറ്റ് പോയിരുന്നറിയോ, എല്ലായിടത്ത് മുഴുവൻ പോരും ഈ വണ്ടിക്ക്. അല്ലെന്നില്ല ഇന്ന് വരെ ചതിച്ചിട്ടില്ല അല്ലേ, നമ്മളോടെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ബൈക്ക് നിർത്തിക്കാണ്ടൊന്നുമേ. പിന്നെ നമ്മള് മുത്തു പണിയാക്കി ദിവസം കൊണ്ടേക്കാണ്ട് 2 കളറാക്കി. ഹെൽമെറ്റാണോ? അപ്പോൾ ബാവ പള്ളിക്കലൊക്കെ പോയി. അപ്പോൾ കണ്ട് തിരിച്ചെത്തിയപ്പോൾ ചോറ് വെന്ത് അത് ഊറ്റിയാണ്. പിന്നെ എന്താ പറയുക, ഞാൻ അതിൽ നെയ്ച്ചോറിൻ്റെ ഓല ഉണ്ടല്ലോ, ഒരു കൈത, നെയ്ച്ചോറും കൈത എന്ന് പറയും. നിങ്ങൾ അവിടെയൊക്കെ എങ്ങനെ പറയാൻ നിങ്ങൾക്ക് അറിയില്ല. നമ്മളവിടെ നെയ്ച്ചോറിൻ്റെ ഓല, നെയ്ച്ചോറും കൈത എന്നൊക്കെ പറയും, കണ്ടില്ലേ. അതിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ ചെമ്പട്ടിയിലട്ടെ ഞാൻ ഉള്ളി വാട്ടുന്നത്, അത് അടുപ്പത്ത് വെച്ച്. പിന്നെ എന്താ പറയുക, ചോറൊന്ന് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കാഞ്ഞാൽ ഇങ്ങനെ കട്ട പിടിക്കും. അപ്പം അതിന് വേണ്ടി ഒന്ന് നല്ല മറിക്കേ. അപ്പോൾ ഇങ്ങനെ എണ്ണ ചൂടായി, കുറച്ച് ചിക്കന് ഫ്രൈ ചെയ്ത കുറച്ച് എണ്ണയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചതാട്ടാ. പിന്നെ ഉള്ളി നല്ല വാട്ടാൻ വെച്ച്, ഉള്ളിയിൽ ഞാൻ ഫസ്റ്റ് തന്നെ ഉപ്പിടില്ല കേട്ടാ. ഉള്ളി നല്ല എണ്ണ ചൂടായതിന് ശേഷം നല്ല ഇളക്കി കണ്ടാണ് മൂടി വെക്കുമ്പോഴാണ് ഉപ്പിടേണ്ട ആവശ്യമില്ല. നല്ലാണ്ട് വാടിയിട്ട് ഉപ്പിടുമ്പോൾ ശരിക്കും ഉള്ളി വേവലാണ്. അതുകൊണ്ട് അലിഞ്ഞിട്ട് അതിന് വെള്ളം കൊണ്ട് ഇറങ്ങലാണ്. അപ്പോൾ അധികം വാടാൻ ടൈം എടുക്കും. അപ്പോൾ ഞാൻ മുമ്പൊക്കെ അങ്ങനെ ചെയ്തിരുന്നത്, ഇപ്പോൾ അങ്ങനെ ചെയ്യലില്ല. അപ്പോൾ പിന്നെ ഇതാ ഇറച്ചി ബീഫ് ഞാൻ ആദ്യം തിളപ്പിച്ച് ഒഴിവാക്കിയിട്ട് പിന്നെ മുളക് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കണ്ട് നല്ല വേവിച്ചതാട്ടാ. പിന്നെ അപ്പോൾ പിന്നെ ഇതാ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായി. അതിക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ഇട്ടെടുത്തിട്ടാ. ഞാൻ എന്നും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കുള്ളൂ, മോഡൽ മാറ്റി ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് മാറും. അങ്ങനെ ഇതിട്ടെടുത്ത് നല്ലോണം വഴറ്റിയതിൻ്റെ ശേഷം കുറച്ച് ഒരു കിലോ അരി കൊടുക്കുന്നങ്ങനെ. പക്ഷേ 1 കിലോ ഫുള്ളൊന്നും ഉണ്ടാക്കിയാലും ഇവിടെ ആരും തിന്നൂല. മക്കളൊക്കെ സ്കൂളിട്ട് വന്നിട്ട് ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഞാനും ഭാവിയിലുള്ളൂ. പിന്നെ മുത്തും കുട്ടിമോനൊക്കെ വൈകുന്നേരമല്ലേ തിന്നുള്ളൂ. അപ്പോൾ 1 കിലോ അരി കൊടുന്നാൽ ഒരു 3 നായൊക്കെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കുള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം വഴറ്റിയതിൻ്റെ ശേഷം തക്കാളി ഇട്ടെടുത്ത്. തക്കാളിക്ക് ഞാനല്ല ബാവയാണ് കട്ട് ചെയ്തിരിക്കണം കേട്ടോ. ബാവ നല്ല വലിയ പീസുകളൊക്കെ ആയിട്ട് കട്ട് ചെയ്തിരിക്കണ്. ഞാനാച്ചി കുഞ്ഞു പീസാക്കി കട്ട് ചെയ്യുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചോറൊന്നും ഇങ്ങനെ കുടഞ്ഞു കൊടുത്തില്ലെങ്കിൽ അതിങ്ങനെ കട്ട പിടിച്ചിക്കാണ്ട് ശരിക്കും ഇങ്ങോട്ട് ഒന്നും കൂടി നല്ലോണം വേവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുടഞ്ഞു കൊടുക്കണം. അടിയിൽ ആ വെള്ളം ഇങ്ങനെ ഉറ്റുന്നതല്ല, അപ്പോൾ അതിൻ്റെ ചൂടും ഉണ്ടാവും. തക്കാളി നല്ല അങ്ങോട്ട് വാടട്ടാ. വാടി വന്നിട്ട് നമുക്ക് ബീഫും ഇതൊക്കെ ഇട്ടെടുക്കുക. കുറച്ച് മസാല ഇട്ടെടുക്കാണ്ട് പിന്നെ എന്താണ് പൊടിപ്പ് കഴിഞ്ഞ് കല്ലുപ്പാണ് ഇട്ടാണ്. കല്ലുപ്പ് ഇടുമ്പോൾ നമുക്ക് ഉപ്പ് മനസ്സിലാവില്ലല്ലോ എത്രയാണ് അളവ് എന്നുള്ളത്. അപ്പോൾ ഒരു ഭാഗത്തിനൊരു സ്പൂൺ ഞാൻ എൻ്റെ കയ്യിനൊരു ഇതിന് വാരിയിട്ട് ഇട്ട് കൊടുത്തതാണ്.
അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് തക്കാളി നല്ല കൊണ്ട് മിക്സായി വെന്ത് വന്നിട്ടാ. ഇപ്പോഴത്തെ തക്കാളിയൊക്കെ വേവാൻ കുറച്ച് ബുദ്ധിമുട്ടല്ല. മുമ്പത്തെ ചില ടൈമിൽ വരുന്ന തക്കാളി അധികം പെട്ടെന്ന് വെന്തിട്ടില്ല. നമ്മളെങ്ങനെ കട്ട് ചെയ്തിട്ടും കാര്യമില്ല, ചിലത് വേവാൻ ഭയങ്കര പണിയാണ് ഈ കാരം. അപ്പം നമ്മളിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കട്ടാ. അപ്പോൾ ഞാൻ ബാവ ചിക്കന് കേക്ക് വാരി വെക്കണത് ഞാൻ അതൊന്ന് തരാൻ പോയത്. അപ്പോഴാണ് പിന്നെ ഓർത്ത് ബീഫ് ഇട്ട് വേവിച്ച് വെച്ചിക്കണല്ലോ എന്നുള്ളത്. അപ്പോൾ ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫ് ഇതേപോലെ ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ടുള്ള കട്ട് ചെയ്യിച്ചാണ് കൊടുന്നേന്ന്. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ബീഫായിട്ട് ബിരിയാണി വെക്കുകയാണ്. അതിൽ കുറച്ച് ഒരു നാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുത്ത് പിന്നെ മല്ലിയിലയും പുതിനൻ്റെ ഇലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ടിരുന്നിട്ടാ അതിൻ്റെ പകുതി ഒരു ലേശം ആ ഇറച്ചിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ വേറെ ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെല്ലാം കഴിഞ്ഞിട്ടിട്ട് കൊടുക്കുമ്പോഴും അതിൻ്റെ കൂടെ കുറച്ചിട്ട് കൊടുക്കുമ്പോഴും അത് വേറെ ടേസ്റ്റാണ്. കാരണം നല്ല ഇളക്കി യോജിപ്പിച്ച് പിന്നെ അതിക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ഗരം മസാല ഞാൻ ഓവർ ഇട്ടിട്ടില്ല. ഒരു സ്പൂണ് ഒരു പൊടി എത്ര തന്നെ. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഒരു ലേശം ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടാ. അത്ര ഇട്ടിട്ടുള്ളൂ. ബീഫ് ആയതുകൊണ്ട് ഇട്ടതാണ്. ചിക്കനാകുമ്പോൾ ഞാൻ അങ്ങനെ ഇടൂല. ബീഫ് ആയതുകൊണ്ട് ഒരു ലേശം മല്ലിപ്പൊടി നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചോറായിട്ടില്ല കാര്യം ആയിട്ടില്ല. ഇതിന് ബീഫിൻ്റെ മസാല കൂടെ റെഡിയാണ്. ആദ്യം ബീഫ് ഇട്ടിട്ട് കുറച്ച് മല്ലിയിലൊക്കെ മേലിട്ടിട്ട് അതിൻ്റെ മേലെ റൈസ് ഇടുന്ന അല്ലേ ബിരിയാണി വെക്കലല്ലേ. ഞാനേ നിങ്ങള് ചെയ്യണത് കണ്ടുകാണ്ട് ചെയ്യും. ഞാൻ ആ ഇറച്ചിൻ്റെ മേലേക്ക് ചോറ് ഇട്ട് കൊടുക്കലാണ്. ഞാനേ ആ ഇറച്ചിൻ്റെ മേലേക്ക് ചോറ് ഇട്ട് കൊടുക്കലാണ്. പക്ഷെ നിങ്ങള് പറയാം അങ്ങനെ ഇടരുത്. സംഭവം എന്നറിയോ, ആദ്യം നമ്മള് ബീഫ് മസാല ഇട്ട് അതിൽ ആ മല്ലിയിലിട്ടില്ല, മല്ലിയും ചപ്പും പൊതിയിലും ഈ ചോറ് അതിൻ്റെ മേലെ വരുമ്പോൾ അതിൻ്റെ ഇടയിലാണ്ട് കുടുങ്ങണം മല്ലിയില. അപ്പം അതിൻ്റെ ആ ഫ്ലേവർ ഉണ്ടല്ലോ അതിലാണ്ട് നന്നായിട്ട് പിടിക്കും. കാരണം അതിൻ്റെ സ്മെല്ല് താഴേക്കും പോകാൻ വയ്യ, മേലേക്കും പോകാൻ വയ്യ. എപ്പടി ഞാൻ മുമ്പൊന്നും അങ്ങനെ ചെയ്തില്ല. എങ്ങനെയുണ്ട് നോക്കി ബീഫ് മസാല പൊടിയാ. ആ സ്മെല്ലുണ്ട് മസാല. അത് കണ്ടാൽ മതി. എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഒരു ഗ്ലാസ് ഏതായാലും മസാല നോക്കട്ടെ. നല്ലല്ല, ഇത് ശരിക്കും പുറമാന്താണ്. നേരത്തെ വാങ്ങിയതാ. അടിപൊളിയാ. അത് ഒരു കഷ്ണേരം അല്ലാത്തതുണ്ടാവും. ഇങ്ങനെയുണ്ട് കാണാൻ തന്നെ പ്രത്യേക ലുക്ക് ഉണ്ട് അല്ലേ. ഇനി കുറച്ച് റൈസ് ഇതല്ലോ കുറച്ചുള്ളൂ. മൂന്നായി അരിയാണ്. 1 കിലോ ഫുൾ എടുത്തിട്ട് എന്താ വെച്ചാല് ഇപ്പൊ നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അതെ. പിന്നെ മുത്ത് വൈകുന്നേരം വന്നാൽ ഒരു 1.5 പിടി പിടിക്കും അല്ലേ. ചിലപ്പോ ആ തിന്നൽമ തന്നെ പിന്നെ രാത്രി തിന്നൂല. അതെ. പിന്നെ അഥവാ കഴിക്കണ ഒരു 10 കഴിഞ്ഞതിന്റെ ശേഷം കഴിക്കുള്ളൂ. ഇല്ല അങ്ങനെ തിന്നൂല. ബിരിയാണി ആകുമ്പോൾ കഴിക്കും. ശരിയാണ്, ബിരിയാണി ആകുമ്പോൾ മറ്റുള്ള ഒന്നും കഴിക്കില്ല. ബിരിയാണി, നെയ്ച്ചോറ്, അങ്ങനെ സ്പെഷ്യൽ പൊറാട്ട ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കും. ചോറിനോട് അത്ര ആ കാര്യത്തിൽ മാളുവിനെ പോലെ തന്നെയാണ് മുത്തും അല്ലേ. ഞാൻ തിന്നില്ല. ഒരു നേരം ബിരിയാണി പറ്റുള്ളൂ, 2 നേരം. ഇത് സംബന്ധിച്ചാല് ബിരിയാണി നമ്മളുണ്ടാക്കിയ ബിരിയാണി ആണെങ്കിൽ അത് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഉച്ചക്ക് തിന്നരുത്. ആ ബിരിയാണി വൈകുന്നേരം തിന്നണം. അതാണ്. ഇപ്പൊ നമ്മളിത് തമ്മിട്ട് എന്താണ് കുറച്ച് ഒരു 10-20 മിനിറ്റല്ലേ വെക്കുള്ളൂ. നമ്മൾ തിന്നൂലേ. ഇത് വൈകുന്നേരം വരെ ഇരുന്നുകാണ്ട് വൈകുന്നേരം വന്ന് തിന്നുമ്പോഴാണ് ഒരിക്കാതെ നേരല്ല. അതിൽ കിടന്നു ചൂടല്ലോ, ചെറിയ ഫയറിൽ വെച്ചതല്ലേ. ടീസ്പൂൺ ആക്കാൻ 2-3 സ്പൂൺ. കൊടുത്തം വിട്ട കുട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കവറ് ഇതാണ്, കവറ് മൂടി എന്നിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ മൂടി. അപ്പോ സ്വാദിഷ്ടമായ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഞാനിങ്ങനെ വെക്കല് പറഞ്ഞില്ല.
പിന്നെ ഞാൻ ഈ യൂട്യൂബിലൊക്കെയാണ് ബിരിയാണി. യൂട്യൂബിലൊക്കെ കാണുന്നത് ഞാൻ ബിരിയാണി ഉണ്ടാക്കലില്ല. ഇപ്പോഴത്തെ തലമുറ ഫുള്ള് യൂട്യൂബിലൊക്കെയാണ്. യൂട്യൂബിലൊക്കെ എല്ലാം ഞാനടക്കം ഓരോ സംഭവങ്ങൾ ബീഫായിട്ടൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണേ ഞാൻ യൂട്യൂബിലൊക്കെയാണല്ലോ ചെയ്യല്. പിന്നെന്താ സംഭവിച്ചാൽ നമ്മളമ്മമാരൊക്കെ വെക്കണം ഇങ്ങനെ കണ്ടുകാണ്ട് ആ രീതിയിൽ ഇങ്ങനെ വരുള്ളൂ. വേറെ മോഡൽ മാറ്റി കാണൊന്നും ഞാൻ ബിരിയാണി വെച്ചു. പൊതുവെ ഈ മന്തി അതൊന്നും ഉണ്ടാക്കല് അറിയാം. പക്ഷെ എന്നാലും ഉണ്ടാക്കിയാലൊന്നും എനിക്കൊരു വേറൊരാളുണ്ടാക്കുന്ന ടേസ്റ്റ് എനിക്ക് കിട്ടലില്ല. ഞാനിതാ പെട്ടെന്ന് സ്കൂൾ കൊണ്ടുപോകാൻ അത് ഭാവം എപ്പോഴും അടിപൊളിയാണ്. കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാന് മന്തി മസാല കാട്ടിക്കുട്ടി ഉണ്ടാക്കൂല്ലോ നമ്മളെ. ഞാൻ ഇവിടെ അല്ലെങ്കിലും അവള് കുറച്ചവിടെ വെക്കും. ബാവാക്ക് ലേശം വെക്കും. ഞാനൊരു പ്ലേറ്റിലാക്കി മൂടി ഇപ്പാ കുറച്ച് അല്ലെന്താ അറിയോ അത് അതിന് തിന്നണ രസം കാണും. അതിനെ മടി എന്ത് ചെയ്യും കുറച്ച് എടുത്ത് വെക്കും. രാവിലെ കുട്ടികൾക്ക് കൊടുക്കുമ്പോള് ഇപ്പൊ പിന്നെ കുട്ടിമോനെ കൊണ്ടുപോക്കില്ല. കുട്ടിമോനെ മോശമാണ് ചോറ് കൊണ്ടുപോകുന്നത് സ്കൂൾക്ക്. പിന്നെ മുത്തുവിന് അവിടെ നിന്ന് ചോറ് കിട്ടും. പിന്നെ ചോറ് കൊണ്ടുപോകണം ചെയ്യാൻ എന്ത് ചെയ്യും ഈ ചോറ് വെച്ചുണ്ടാക്കി കൂട്ടാനും ഇതൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. ഇതാണ് അത് കാട്ടിക്കൂട്ടിക്കാണ് പേര് കൊടുത്തുകാണ്ട് അച്ചാറും നല്ല ടേസ്റ്റാണ്. അതാകുമ്പോ ഒറ്റ പരിപാടി മുഴുവൻ അവരല്ലേ ബിരിയാണി അരി പച്ചേരി ഉണ്ടായാലും ഞാൻ ഒരു സംഭവം മറന്നിക്കണേ. എന്റെ സംസാരം കഴിഞ്ഞിട്ട് വേണം പറഞ്ഞോളി. ക്യാമറ നോക്കി. ഞാൻ സാധാരണ ഇന്ന് ദമ്മിട്ടാണ് ഞാനാണ്. എനിക്ക് അത്യാവശ്യമാണ്. അപ്പൊ ദമ്മിട്ടാനും കൂടി ഞാൻ ലേശം സ്ഥിരമായി ചെയ്യും. ഇതിന് മേലെ ഞാൻ ഇത് വെക്കേണ്ടിട്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ടേസ്റ്റ് വേറെ. ഈ മസാലയിൽ ഇങ്ങനെ ലേശം ഈ മസാലയിൽ ഇതാ ലേശം ഈ ചോറിട്ടിട്ട് ചെറുതായിട്ട് ഇരിക്കാം. വേണ്ട വേണ്ടല്ല അത് ദമ്മായിട്ട് വരുന്നത് നല്ല അതിന്റെ രസം ഉണ്ടാവുള്ളൂ. അതിന്റെ ആവശ്യമില്ല. മസാല എങ്ങനെ നോക്കണം. സ്ഥിരമായിട്ട് ചെയ്യണ പണിയാണ്. അത് കുറച്ച് ചോറുകൊണ്ട് ബാക്കിയാക്കും, അല്ല മാറ്റി വെക്കും, എന്നിട്ട് അതാണ് തിന്നുക. അടിപൊളിയാണ് മസാല, സൂപ്പർ. എനിക്ക് ഉണ്ടാക്കിയതാവുമ്പോൾ ഞാൻ ഉണ്ടാക്കിയതാവുമ്പോൾ എനിക്ക് വേറെ ഇത് കിട്ടൂല. വേറെ ഒരാളെ കൈയോണ്ട് ഉണ്ടാക്കിയിട്ട് തിന്നുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുക. വേറെ സംഭവം മറന്നു കുരുമുളക് പൊടി ഇടാനേ. എങ്ങനെയുണ്ട്? ഞാൻ തോനെ പച്ചവെളിട്ടിക്കണ്. ഒരു 10-20 മിനിറ്റ് അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോകാ. ആളുതാ വന്നേ ബിരിയാണിയൊക്കെ കൊത്തി എത്തിയിട്ടാണ്. അപ്പൊ എങ്ങനെയുണ്ട് നോക്കാം അല്ലേ? ഹലോ, ഈ പ്ലേറ്റ് തന്ന ആൾ പറഞ്ഞത് സ്റ്റീൽ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കരുത്. എങ്ങനെ? ഈ പ്ലേറ്റ് തന്ന ആൾ പറഞ്ഞേ നിങ്ങൾ സ്റ്റീൽ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കരുത്, ഈ വെള്ള പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കണം. ഇത്രയും നല്ല ടേബിൾ ഉണ്ടായിട്ടാണ് ഈ സ്റ്റീൽ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കരുത്, വെള്ളയിൽ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞത്. കഴിക്കല്ലേ? ഞാൻ നിങ്ങൾക്ക് വളമ്പി തരില്ലല്ലോ. ചിലപ്പോ വല്ലപ്പോയിട്ട് തൈര് ഉണ്ടാക്കും. ബിരിയാണിന്റെ റിവ്യൂ പറയൂ. ഫീഡ്ബാക്ക് അറിയിക്കോ. ഞാൻ സംസാരിക്കൂല, കാരണം സംസാരിക്കാനുള്ള ഗ്യാപ്പില്ല. അച്ഛനെ ബിരിയാണി സംസാരിക്കാനൊന്നും പറ്റൂല. കാര്യം പറയും. നമ്മൾ പഠിത്തത് ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല, അതോട്ടാവും. ഞാൻ തിരിഞ്ഞു മറിഞ്ഞു നോക്കൂല, നോക്കൂല. ചിക്കന് അല്ല ഒന്നും ചിക്കനാ ഉണ്ടാക്കും. സാധാരണ കുറെ ആയിട്ട് ബീഫ് ഉണ്ടാക്കി. ശരിക്കും എനിക്കൊരു മട്ടൻ ബിരിയാണി എടുക്കു തോന്നുന്നുണ്ട്. അതിനെന്തെങ്കിലും പണി ചെയ്തണം. ഒന്നും ചെയ്തിട്ടില്ല. സാധാ പണ്ടത്തെ ബിരിയാണിക്കല്ല അതേപോലെ അത് ബിരിയാണിക്കാളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ബിരിയാണിന്റെ എസൻസ് വെച്ചിട്ടും കുറെ അതും ഇതും വാരി വെച്ചിട്ടും എനിക്കൊന്നും താല്പര്യം. എനിക്ക് ആ പഴയ പോലെ ഞാൻ എന്നും അങ്ങനെ വെക്കല്. ഇനിയിപ്പോ ഒരാള് നമ്മളോട് ഇങ്ങനെ വെച്ചോണ്ട് ഇടയിൽ യൂട്യൂബിൽ കണ്ടാലും ഒരാൾ പറഞ്ഞെന്നാലും നമ്മളെ രീതിയിലല്ലേ പോവുള്ളൂ. നമുക്ക് രീതിയില്ല അവിടെ ചെയ്യുള്ളൂ. നമ്മൾ പഠിച്ചതേ നമ്മൾ ചെയ്യുള്ളൂ. ഒരാൾ ചെയ്തെന്ന് വെച്ചിട്ട് പിന്നെ നമ്മള് അതിന്റെ ടേസ്റ്റ് മാറ്റാന് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കില്ല. ഞാൻ എന്നും ഇതേപോലെ വെക്കുള്ളൂ. അതിൻ്റെ രസം ഉണ്ടാവും. അതിന് ഓരോരുത്തരുടെ കയ്യിൽ ഓരോ രുചി ഉണ്ടാവും. അത് ഇടുന്ന എല്ലാ സാധനവും ഒന്ന് തന്നെയാണ്. ഇപ്പൊ ബാവ വെച്ച വേറെ ടേസ്റ്റാണ്, കാരണം ഞാൻ വെച്ച വേറെ
എന്റെ കുഞ്ഞോള് ഇളച്ചി വെച്ച പേരും ടേസ്റ്റാണ് ബിരിയാണി. ഓളെ ബിരിയാണി അടിപൊളിയാണ്. ഓള് എന്ത് ബിരിയാണിച്ചാലും ടേസ്റ്റാണ്. അതേപോലെ ഓരോരുത്തരുടെ കയ്യേ ഓരോ രസം, അല്ലാതെ ഇത് കൂടുന്നതിലൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കറിയില്ല, ബീഫ് ആകുമ്പോഴാവും. കയ്യിലൊക്കെ എപ്പോഴാണ് ഞാൻ കാണുന്നത് ഉള്ളിൽ തൈരൊക്കെ ഉള്ളത്. ടേസ്റ്റ് എന്റെ പ്ലേറ്റിലുള്ള കഴിഞ്ഞു ടേസ്റ്റ്. ഞാൻ ഒത്തിരി എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ബാബ പറയുമ്പോഴോ അതിട്ട് ഇത്തിരി ഏറിക്കണ് ഗരം മസാല എറിയിലൊക്കെ പറയും. ഇതിൽ ഗരം മസാല ഞാൻ ഓവർ ഇട്ടിട്ട് 1 സ്പൂൺ ഗ്യാസ് ഇട്ടുള്ളൂ. ഇറച്ചി പൊരിക്കാൻ വേണ്ടി മുപ്പിച്ച് കൊടുന്നാട്ടാ. ബിരിയാണി വാങ്ങുമ്പോൾ ബിരിയാണിൻ്റെ ഇതൊന്നുമില്ല. ഞാൻ പറയുമ്പോൾ ബീഫിന്റെ ബിരിയാണി വെക്കാന്ന് അങ്ങനെ വെച്ചാൽ കുഞ്ഞു കുഞ്ഞു പീസുകളാണ് ബിരിയാണിക്ക് അല്ലേ. ചോറ് ഭക്ഷണം അങ്ങനെ കുടിച്ച് നമ്മളിങ്ങനെ ഓവർ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.